ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഇന്ന് അത് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ദിവസം ആ ബില്ല് അവരുടെ മന്ത്രിസഭ ക്യാബിനറ്റ് പരിഗണിച്ച് അതിന് അംഗീകാരം നൽകിയിരുന്നു. അതിന് തുടർച്ചയായിട്ട് ഇന്ന് അവർ നിയമസഭയിൽ അവതരിപ്പിക്കുന്നു. അതിനുശേഷം അത് ഗവർണർ അംഗീകരിക്കുന്നതോടുകൂടി ഏകീകൃത സിവിൽ കോഡ് നിയമം പാസ്സാക്കാനാണ് അവരുടെ നീക്കം. ഏതായാലും ജിൽബി ഉണ്ട് നമ്മളോടൊപ്പം. ജിൽബി, ഇവിടെ ഇതാ ഉത്തരാഖണ്ഡ് നിയമസഭ ഇന്ന് ഏക സിവിൽ കോഡ് നിയമം പാസ്സാക്കാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായും അതവിടെ അവർ പാസ്സാക്കും. അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. കോൺഗ്രസ് ആ വിഷയത്തിൽ പരസ്യമായി ഒന്നും പറഞ്ഞു കേട്ടില്ല. എന്താണ് സ്വീകരിക്കുന്നത്? എതിർക്കുക എന്ന നിലപാടിലേക്ക് തന്നെ അവർ പോകുമോ? മനു, ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഇന്നലെ ഈ ഒരു ചർച്ചകൾക്കൊക്കെ വേണ്ടി ഇന്നലെ അവിടുത്തെ നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. 4 ദിവസത്തെ ഒരു പ്രത്യേക സമ്മേളനമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ചേർന്നിരിക്കുന്നത്. ഇന്നാണ് ഇപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിക്കുക. എന്തായാലും ഇന്നലെ തന്നെ ഈ വിഷയം കോൺഗ്രസ് സഭയിൽ ഉന്നയിച്ചിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ അവിടെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രതിഷേധിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അതായത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്, അതായത് പെട്ടെന്ന് വിളിച്ചു ചേർത്ത ഒരു സമ്മേളനം, അതുപോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്നു, ഇതൊക്കെ ഒരു ചർച്ച ചെയ്ത് നടത്തേണ്ട ഒരു കാര്യമാണ് എന്ന തരത്തിലുള്ള വിശദീകരണമാണ് കോൺഗ്രസ് നൽകുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിഷേധിക്കാനും തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് MLA-മാർ സഭയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം നമുക്കറിയാം, ഗോവയിലെ ഈ ഏകീകൃത സിവിൽ കോഡ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം, അതായത് രാജ്യത്തുടനീളം ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള മോദി സർക്കാരിൻ്റെ ആ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് മുമ്പായിട്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക. കാരണം ഈ ഉത്തരാഖണ്ഡിന് സമാനമായിട്ട് മറ്റ് BJP ഭരിക്കുന്ന ഗുജറാത്ത്, അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതിപ്പോൾ നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി സർക്കാർ ഈ ബില്ല് അവതരിപ്പിക്കും, ഉടൻ തന്നെ പാസ്സാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു കരട് റിപ്പോർട്ട് ഇപ്പോൾ മുമ്പോട്ട് വെക്കുമ്പോൾ അതിലിപ്പോൾ ഈ ആദിവാസി വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇന്നിപ്പോൾ ഈ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സഭയിൽ അവതരിപ്പിക്കുമ്പോൾ വ്യക്തമാക്കും. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു മന്ത്രിസഭ ഈ UCC കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. അതായത് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ കരട് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചത്. മന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് എന്തായാലും ഉടൻ തന്നെ പാസ്സാക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ സർക്കാർ നടത്തുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP അവരുടെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള തിടുക്കപ്പെട്ട അല്ലെങ്കിൽ അതിനുള്ള തന്ത്രങ്ങൾ തന്നെ മെനയുകയാണ്. മനു.